പുനർജനി തട്ടിപ്പ് കേസ് ഉയർന്നു വന്ന ഘട്ടം മുതൽ വി.ഡി. സതീശൻ നൽകിയ വിശദീകരണങ്ങളെല്ലാം പരസ്പര വിരുദ്ധമായിരുന്നു. ബർമിംഗ്ഹാമിൽ പോയത് കാലാവസ്ഥാ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണെന്ന് ആദ്യം പറഞ്ഞ സതീശൻ പണപ്പിരിവിനായാണ് വിദേശ സന്ദർശനം നടത്തിയതെന്ന് പിന്നീട് തിരുത്തി. പണം ആവശ്യപ്പെടുന്ന പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയായിരുന്നു മലക്കം മറിച്ച്. ദുരന്തബാധിതർക്കായി വിദേശത്ത് പണപ്പിരിവ് നടത്തിയോ എന്നതായിരുന്നു സതീശനെതിരായി ആദ്യമുയർന്ന ചോദ്യം. ഇല്ലെന്നായിരുന്നു സതീശന്റെ മറുപടി. 2018 ഒക്ടോബറിൽ ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ പണപ്പിരിവ് നടത്തിയത് ചൂണ്ടിക്കാട്ടിയപ്പോൾ നിയമസഭയിൽ നൽകിയ മറുപടി ഇങ്ങനെ: താൻ കാലാവസ്ഥാ ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് അവിടെ പോയത്. ഞാൻ UK-യിലെ ബർമിംഗ്ഹാമിൽ ക്ലൈമറ്റ് റെസിലിയൻസിനെ സംബന്ധിച്ച ഒരു വലിയ സെമിനാറിൽ സംസാരിക്കാൻ എന്നെ ഗസ്റ്റായി വിളിച്ചപ്പോൾ ഞാൻ അവിടെ നടത്തിയ പ്രസംഗത്തിന്റെ CD-യാണ് അദ്ദേഹം പറയുന്ന ഈ CD എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിരുന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഞാൻ വിദേശ രാജ്യത്ത് ഒരു സ്ഥലത്ത് പോയിട്ട് എൻ്റെ പുനർജനി പദ്ധതിക്ക് വേണ്ടി ₹1 പോലും പിരിച്ചിട്ടില്ല. എന്നാൽ പിന്നീട് സതീശന്റെ വാദം പൊളിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു. പ്രളയ ദുരിതാശ്വാസത്തിനെന്ന പേരിൽ പണപ്പിരിവ് നടത്തുന്നതായിരുന്നു ദൃശ്യങ്ങളിൽ. 500 പൗണ്ട് വീതം ഓരോരുത്തരും നൽകണമെന്നായിരുന്നു അവിടെ സതീശൻ വെച്ച നിർദ്ദേശം. Actually, you are helping 5 families. I am going to give 5 sewing machines to 5 families. They lost their sewing machine. When they get the sewing machine, they can start their life. Actually, you are helping around the table. You are helping 5 families. When you are raising 500 pounds, that will help 5 families. And we are selecting selecting the beneficiaries through a transparent procedure by the members of the local body. ഇതോടെ സതീശൻ മലക്കം മറിഞ്ഞു. നിയമസഭയിൽ താൻ തന്നെ മുൻപ് പറഞ്ഞതെല്ലാം വാർത്താ സമ്മേളനത്തിൽ മാറ്റിപ്പറഞ്ഞു. വിദേശത്ത് പണപ്പിരിവ് നടത്തിയതായി സതീശൻ സമ്മതിച്ചു. ഞാൻ ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ പോയിട്ടുണ്ട്. ഇന്നലെ ഒരാളോട് ആരോപണം ഉന്നയിച്ചപ്പോൾ ഞാൻ ലണ്ടനിൽ പ്രസംഗിച്ചെന്ന്. അയാൾക്ക് പ്രസംഗിക്കാൻ പറ്റില്ല, ലണ്ടനിൽ പറ്റില്ല. ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് സംസാരിച്ചിട്ടുള്ളത്. ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ ഗൾഫ് രാജ്യങ്ങളിൽ ഞാൻ പോയി പ്രസന്റേഷൻ നടത്തി, ഞാൻ സഹായം മേടിച്ചിട്ടുണ്ട്. ലണ്ടനിൽ ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഒരു മലയാളി വനിതയാണ്, തിരുവനന്തപുരത്തുകാരി, അവരാണത് ഹോസ്റ്റ് ചെയ്തത് ആ പരിപാടി. പിരിച്ച പണം എത്രയെന്നോ എവിടെ ചെലവഴിച്ചുവെന്നോ വ്യക്തതയോടെ പറയാൻ വി.ഡി. സതീശൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഇതാണ് പരാതി ഉയരാൻ ഇടയാക്കിയത്. വി.ഡി. സതീശൻ മുൻപെടുത്ത പല നിലപാടുകൾ തന്നെ മുന്നിലുള്ളപ്പോഴാണ് അന്വേഷണമേ വേണ്ടെന്ന വിജിലൻസിന്റെ വിചിത്ര നിലപാട്. സാലി മുഹമ്മദ്, കൈരളി ന്യൂസ്, കൊച്ചി.